എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. എനിക്കറിയാം ആതിരി നീ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവുമെന്ന്. 7-ാം മാസം സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ചടങ്ങും രീതിയും എല്ലാം. പക്ഷേ ആതിരി ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അവന്തികയും ആതിരയും എപ്പോഴും അടുത്ത് വേണമെന്ന ആഗ്രഹം കൊണ്ട്. അത് സേതുവിൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിലും ഇവൾ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെയാകുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം വന്നാൽ ആളുകളുമുണ്ട്. അച്ഛാ, ഞാനൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് തന്നെ പറയാണ്. കമലേച്ചിക്കും മാഷിനും ആഗ്രഹം ഉണ്ടാവില്ലേ ആതിര അവിടെ വേണമെന്നും ഈ സമയത്ത് നോക്കണമെന്നൊക്കെ? അതുകൊണ്ട് ആതിര ഇവിടെ നിൽക്കട്ടെ നന്ദേട്ടാ. ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് തന്നെയാ നല്ലത്. അച്ഛന്റെ ആഗ്രഹം പോലെ ഇവിടെ നിന്ന് തന്നെ ആതിര പ്രസവിക്കട്ടെ. അതാ അച്ഛനെ പോലെ എന്റെ അഭിപ്രായം. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ ആഘോഷങ്ങളിലും 2 ഗർഭിണികളാ. പക്ഷേ അതിലൊരു ഗർഭിണി മാത്രമേ പ്രസവിക്കൂ. അതെന്തായാലും നിന്റെ അനിയത്തി ആവില്ല. അതെന്താ, മാഷിനും കമലടത്തേക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. അച്ഛനും അമ്മയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനും ഇവിടെ ഉണ്ടല്ലോ. ആതിരയുടെ കുഞ്ഞിനെ അവന്തികയുടെ കയ്യിൽ വെച്ച് തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്താ, സന്തോഷായില്ലേ അവന്തികയ്ക്ക്? അതെ അമ്മേ, ആതിര ഇവിടെ തന്നെ നിന്നാ മതി. അച്ഛൻ്റെ അവന്തികയുടെ ഒക്കെ ആഗ്രഹമല്ലേ. ഇവളിവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിഷമമില്ലെന്ന് മാഷ് പറഞ്ഞത് ഉള്ളതാ. ഇവിടെ കിട്ടുന്ന പരിചരണവും സുരക്ഷിതത്വവും അവിടെ ചിലപ്പോൾ കുറവായിരിക്കും. അമ്മേ, എന്നാ നമുക്ക് ഇറങ്ങാം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അതെ, നല്ലൊരു കാര്യത്തിന് വന്നിട്ട് കണ്ണീരോടെ ഇറങ്ങണ്ട, സന്തോഷമായിട്ട് ഇറങ്ങാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സേതു. സമയം പോലെ വരാം. ആയിക്കോട്ടെ. അമ്മ പോയിട്ട് വരാം. അച്ചു, ശരി നന്ദ. ശരി. ആതിര അങ്ങനങ്ങ് പോയാലെങ്ങനെ? അവിടെ ചെന്ന് നിന്നാ അവള് പ്രസവിക്കില്ലേ? ഇവിടെ ആയാലും അവിടെ ആയാലും ആതിര പ്രസവിച്ചോളൂ. അവൾ ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടിയാ അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മിടുക്ക് നിങ്ങൾ കാണിക്ക്, എന്റെ മിടുക്ക് ഞാനും കാണിച്ചോളാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അവള് കുറച്ചു നേരമായി വന്നിട്ട്. നീ എന്തിനാ അച്ഛനെ ശല്യം ചെയ്യുന്നേ? ഇന്നത്തെ ബഹളത്തിന്റെ നല്ല ക്ഷീണം ഉണ്ടാവും. ഓ, അച്ഛൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. അത് സാരമില്ല, അവൾ അവിടെ ഇരിക്കട്ടെ. നീ എന്താ വന്നത്? ആ, അച്ഛന് ഇൻസുലിൻ എടുക്കാന്ന് കരുതി വന്നതാ. നീ എന്തിനാ മെനക്കെടുന്നത്? അർച്ചനയോട് പറഞ്ഞാ പോരായിരുന്നോ? ഇതിലെന്ത് മെനക്കേടാ അച്ഛാ? ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്നല്ലേ.
ഈ തലതെറിച്ച പെണ്ണിനെ ഇവിടുന്ന് മാറ്റാൻ ഒരു വഴിയില്ലല്ലോ. ശ്ശേ. മോളെ അവന്തികെ, ഇന്നത്തെ പോലെ നിനക്കും 7-ാം മാസം ആവുമ്പോ സീമന്ത ചടങ്ങ് ആഘോഷിക്കണം നമുക്ക്. സാധാരണ 7-ാം മാസം സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാറാ പതിവ്. ഞാൻ മാഷിനോടും കമലോടും പറഞ്ഞിട്ടാ അവർ ആതിരെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോകാൻ സമ്മതിച്ചത്. 7-ാം മാസം എന്നെ വിളിച്ചോണ്ട് പോകാനൊന്നും ആരും ഇല്ലല്ലോ അച്ഛാ. പോകാൻ വേറെ സ്ഥലവും ഇല്ല. ഞാനിവിടെ തന്നെ കാണും. ഞാനിന്ന് ശ്രദ്ധിച്ചു, മാഷും കമലെ അനൂപമൊക്കെ ആയിട്ട് നിനക്കിപ്പോഴും ചില പരിഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? അവര് പാവങ്ങളാ മോളെ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. നീ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് അവർ നിന്നോട് ക്ഷമിച്ചു. അത് നല്ലൊരു മനസ്സവർക്കുള്ളതുകൊണ്ടാ. ഇപ്പൊ നിന്റെ വയറ്റിൽ ഒരു ജീവന്റെ തുടിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് ആരോടും പിണക്കവും പരിഭവവും ഒന്നും വേണ്ട. അവരുടെ കൂടി പ്രാർത്ഥനയുണ്ടെങ്കിലേ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കൂ. എനിക്ക് അവരോട് ഒരു പിണക്കവും ഇല്ലച്ചാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാ. പറയിപ്പിക്കുകയാണെന്നുള്ളതാ ശരി. പിന്നെ വലിയ താഴ്മ കാണിക്കുന്നവരെ സൂക്ഷിക്കണം അച്ഛാ. അങ്ങനെയുള്ളവര് പുറകിൽ നിന്ന് കുത്താൻ ഒരു മടിയും കാണിക്കാത്തവരാ. മാഷും കുടുംബവും അങ്ങനെയുള്ളവരല്ല മോളെ. എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാ. എല്ലാവരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്നതാ എനിക്കിഷ്ടം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളമെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകണം ഈ കുടുംബം. എനിക്കിനി എത്ര കാലം ആയുസ്സുണ്ടാവുമെന്നൊന്നും അറിയില്ല. നിങ്ങളുടെയൊക്കെ മക്കളെ കാണുന്നവരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്നാ എൻ്റെ പ്രാർത്ഥന. എൻ്റെ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. അച്ഛന്റെ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. അച്ഛന് ഒരാപത്തും വരുത്തില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത്. നോക്കിക്കോ, അച്ഛന് 100 വയസ്സ് വരെ ആയിരിക്കും ആയുസ്. അത്രയൊന്നും വേണ്ട. ആതിരയുടെയും നിന്റെയും അർച്ചനയുടെയും ഇവളുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയാ മതി. അച്ഛൻ അതൊന്നും പറഞ്ഞു വിഷമിക്കണ്ട. എടുത്ത് പറഞ്ഞ പോലെ 100 ആയുസ എന്റെ പൊന്നച്ഛന്. സ്നേഹേ, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. വന്നേ.
കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോൾ വലതുവശത്തെയാണ് ആതിരയുടെ റൂം. അബോഷനായി ഉറപ്പ് വരുത്തിയിട്ട് വേണം നീ തിരികെ പോവാൻ. മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. പക്ഷേ ഇവിടെ മുഴുവൻ ക്യാമറ ആളുകളൊക്കെ ആണല്ലോ. ക്യാമറയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അത് നീ പേടിക്കണ്ട. പിന്നെ ആളുകളുടെ കാര്യം, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതിന് മുന്നോടിയായി ഒരു നിലവിളിയും ബഹളമൊക്കെ കേൾക്കും. അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ കാണൂ. ഞാനും എൻ്റെ അനിയത്തിയും എന്തായാലും നിന്നെ തടയാൻ വരില്ല. മറ്റാരെങ്കിലും വന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. പിടി കൊടുക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാ, അത്രയ്ക്ക് റിസ്ക് എടുത്ത് ചെയ്യുന്നതാ ഞാൻ. ഒരിടത്തും പാളി പോരുത്. ശരി. ആതിരയ്ക്ക് അബോഷൻ സംഭവിച്ചിരിക്കണം. പിന്നെ അവള് ചത്തുപോയാലും സാരമില്ല. മനസ്സിലായോ? മനസ്സിലായി മാഡം. അച്ഛാ, 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 ആരെയും ഒന്ന് ഓടി വരണേ. അച്ഛാ, ഏട്ടാ വേഗം. അച്ഛാ, വേഗം കൊണ്ടുവാ. അച്ഛാ, വേഗം പെട്ടെന്ന് കേറ്റ. അച്ഛനെന്ത് പറ്റി? സൂക്ഷിച്ചു. എടുത്തി അച്ഛൻ എന്താ പറ്റിയേ? ഈശ്വരാ, വേഗം വണ്ടി എടുക്ക്. സന്ദീപേ, സന്ദീപേ, നീയും കൂടെ ചെല്ല്. എനിക്കൊരു സമാധാനമില്ല, നീയും കൂടെ ചെല്ല്. നീ കൂടെ പോ. പെട്ടെന്ന്. ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല, നീ വേഗം കേറ്. കേറ് സന്ദീപേ. ചെല്ല്. എന്താ നിനക്കൊരു ദണ്ണം? അങ്ങേർക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്താന്ന് ചിന്തിക്കായിരുന്നു. തട്ടിപ്പോയാ മതിയായിരുന്നു. ആ, തട്ടിപ്പോവില്ല. ഞാൻ കൊടുത്ത മരുന്നിന്റെ പവറാ. വേഗം ആശുപത്രിയിൽ എത്തിച്ചാ ചിലപ്പോ രക്ഷപ്പെടും. ചേച്ചി എന്തിനാ അങ്ങനെ ചെയ്തേ? അത് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് കാണിച്ചു തരുന്നല്ലേ. നീ വാ, എന്നിട്ട് നേരിട്ട് കണ്ടോ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന്.